നമ്മളിനി നോക്കാൻ പോകുന്നത് ചോംസ്കി ക്ലാസിഫിക്കേഷനാണ്. ചോംസ്കി ക്ലാസിഫിക്കേഷനകത്ത് ഒരു ഗ്രാമറിനെയും ആ ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിനെയും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ചോംസ്കി ഹൈറാർക്കി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ചോംസ്കി ഹൈറാർക്കീനെ ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് എന്നും പറയും. ഒരു ഗ്രാമറിനകത്ത് മെയിനായിട്ട് 4 ടപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രാമറിനെ. അതാണ് VTPS. V എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ്, T എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ടെർമിനൽസ്, P എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ റൂള്, S എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സിമ്പൽ. നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് ഗ്രാമറാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അത് 4 എണ്ണം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3. ഇതാണ് 4 ക്ലാസിഫിക്കേഷൻസ്. ടൈപ്പ് 0 ഗ്രാമർ ഫസ്റ്റ്ലി. ടൈപ്പ് 0 ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. LHSലോ RHSലോ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. LHSൽ നോൺ ടെർമിനൽസും വരാം. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആണ്. റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്നത് ട്യൂറിംഗ് മെഷീനാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ എഴുതുന്നത് ആൽഫ ടെൻസ് ടു ബീറ്റ എന്ന് പറയുന്ന ഒരു ഫോമാറ്റിലായിരിക്കും. ഈ ആൽഫയും ബീറ്റ എന്ന് പറയുന്നത് V യൂണിയൻ Tയിലെ എലമെൻറ്റ്സ് ആയിരിക്കും. അതായത് ഈ എക്സാമ്പിൾ കണ്ടോ, BACB BCDE. അതായത് LHSലും RHSലും നോൺ ടെർമിനൽസ് വരാം. വേറെ ഇവിടെ റെസ്ട്രിക്ഷൻസ് ആയിട്ട് ഒന്നുമില്ല. അതാണ് ടൈപ്പ് 0 ഗ്രാമർ. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ടൈപ്പ് 1 ഗ്രാമറാണ്. ടൈപ്പ് 1 ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്ക് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറാണ്. അത് ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അതാണ് LBA എന്ന് വെച്ചാൽ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽഫ ടെൻസ് ടു ബീറ്റ എന്ന് പറയുന്നൊരു ഫോമാറ്റിലാണ്. അതിനകത്ത് ആൽഫയും ബീറ്റയെന്നും പറയുന്നത് V യൂണിയൻ Tയിലെ എലമെൻറ്റ്സ് ആയിരിക്കും. പിന്നെ ഇതിനകത്തൊരു കണ്ടീഷനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് ഒന്നെങ്കിൽ ബീറ്റയുടെ ലെങ്തിന് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ബീറ്റയുടെ ലെങ്തിനേക്കാളും കുറവായിരിക്കണം. ഒരിക്കലും ബീറ്റയുടെ ലെങ്തിനേക്കാളും കൂടുതൽ ആവാൻ പാടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ എന്ന് പറയുന്നതും എഫ്സലോൺ എന്ന് പറയുന്ന വാല്യൂ ആവാൻ പാടില്ല. ഈ ഒരു ഫോമാറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സ്മോൾ a ക്യാപിറ്റൽ A ടെൻസ് ടു BAC. അപ്പം ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കറിയാം LHSൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് RHSൻ്റെ ലെങ്തിനേക്കാളും ചെറുതായിരിക്കും എന്ന് വെച്ച്. പിന്നെ RHS എന്ന് പറയുന്നത് എഫ്സലോൺ അല്ല. ഇതാണ് ടൈപ്പ് 1 ഗ്രാമർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് 2 ഗ്രാമറാണ്. ടൈപ്പ് 2 ഗ്രാമർ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ പുഷ് ഡൗൺ ഓട്ടോമാറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് A ടെൻസ് ടു ആൽഫ ഓർ A എന്നുള്ള രീതിക്കാണ്. A ടെൻസ് ടു ആൽഫ ഓർ A എന്ന് പറയുന്ന രീതിക്ക് അതാണ്. അതായത് ഒരു സിംഗിൾ നോൺ ടെർമിനൽ മാത്രമായിരിക്കണം നമ്മുടെ LHSൽ വരേണ്ടത്. അതിനകത്ത് ആൽഫയുടെ വാല്യൂ വരുന്നത് V യൂണിയൻ Tക്കകത്തുള്ള എലമെൻറ്റ്സിനകത്തായിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. A ടെൻസ് ടു B ബാർ എഫ്സലോൺ, B ടെൻസ് ടു A. ഇപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കറിയാം ഒരു സിംഗിൾ നോൺ ടെർമിനൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 3 ഗ്രാമറാണ്. ടൈപ്പ് 3 ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമറാണ്. റെഗുലർ ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് റെഗുലർ ലാംഗ്വേജ് ആയിരിക്കും. റെഗുലർ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമാറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. ഫൈനൈറ്റ് ഓട്ടോമാറ്റയ്ക്ക് നമ്മൾ 2 തരത്തിലുള്ള ഗ്രാമറാണുള്ളത്. ലെഫ്റ്റ് ലീനിയർ ഗ്രാമറും റൈറ്റ് ലീനിയർ ഗ്രാമറും. ലെഫ്റ്റ് ലീനിയർ ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് RHSൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ നോൺ ടെർമിനൽ വരണം. ഈ എക്സാമ്പിൾ ഉണ്ടോ, A ടെൻസ് ടു BAB. അതിനകത്ത് RHSൽ ലെഫ്റ്റ് മോസ്റ്റ് സൈഡ് എന്താണ്, നോൺ ടെർമിനലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ലെഫ്റ്റ് ലീനിയർ ഗ്രാമറാണ്. റൈറ്റ് ലീനിയർ ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ആണ്. പക്ഷേ ഏറ്റവും റൈറ്റ് മോസ്റ്റ്, അതായത് LHSൻ്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ആയിരിക്കണം എന്ത് വരേണ്ടത്, നോൺ ടെർമിനൽ വരേണ്ടത്. അപ്പം ഇതാണ് നമ്മുടെ 4 ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സ്. പിന്നെ ഇതിനൊരു ഫിഗറുണ്ട്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഈ ഫിഗർ വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ നമ്മൾ എഴുതുന്ന സമയത്ത് ടൈപ്പ് 0 എടുത്ത് അകത്ത് എഴുതാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും ടൈപ്പ് 0 എടുത്ത് അകത്ത് എഴുതരുത്. ഏറ്റവും പുറത്ത് വരുന്നതാണ് ടൈപ്പ് 0. അതിനകത്ത് ടൈപ്പ് 1, പിന്നെ ടൈപ്പ് 2, പിന്നെ ടൈപ്പ് 3 അങ്ങനെയാണ് വരുന്നത്. ടൈപ്പ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമറാണ്. അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ട്യൂറിംഗ് മെഷീനാണ്. ടൈപ്പ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ ആണ്.
പിന്നെ ടൈപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് പുഷ് ഡൗൺ ഓട്ടോമാറ്റ ആണ്. ടൈപ്പ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഗുലർ ഗ്രാമറാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആണ്. ഇതാണ് ചോംസ്കി ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രാമർ.